സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും സന്ദേശമാണ് ബലിപെരുന്നാൾ നൽകുന്നത്. വിശുദ്ധ ഹജ്ജ് കർമ്മവുമായി കൂടി ബന്ധപ്പെട്ടിട്ടാണ് മുസ്ലിം സമൂഹം ബലിപെരുന്നാൾ ആഘോഷിക്കുന്നത്. വിശുദ്ധ ഹജ്ജ് കർമ്മം വിശ്വസാഹോദര്യത്തിൻ്റെ വിളംബരമാണ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. വെറുപ്പ് വ്യാപകമായി കൊണ്ടിരിക്കുന്ന സമകാലിക ലോകത്ത് അധികാരം ഫാഷിസമായി മാറിക്കഴിഞ്ഞിരിക്കുന്ന നമ്മുടെ രാജ്യത്ത് തീർച്ചയായും വിശ്വമാനവികതയുടെ സമരപ്രഖ്യാപനമാണ് ബലിപെരുന്നാൾ എന്ന് പറയാൻ കഴിയും. പ്രവാചകൻ ഇബ്രാഹിം നബിയുടെ പലായനവും നിരന്തരമായ പരീക്ഷണങ്ങളും നിറഞ്ഞ ജീവിതമാണ് ഒരു സമൂഹത്തിൻ്റെ രൂപീകരണത്തിനും ഒരു നാഗരിക ക്രമത്തെ കെട്ടിപ്പടുക്കുന്നതിനും പ്രവാചകന് സഹായകമായത്. സ്വന്തം നാട്ടിൽ നിന്ന് പുറന്തള്ളപ്പെട്ട വ്യക്തിത്വമായിരുന്നു പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. അതുകൊണ്ട് തന്നെ സമകാലിക ലോകത്ത് പലായനം ചെയ്യുന്നവർക്കും ദുരിതമനുഭവിക്കുന്നവർക്കും സ്വരാജ്യത്തിൽ നിന്ന് തന്നെ പുറന്തള്ളപ്പെടുന്നവർക്കും പ്രവാചകൻ ഇബ്രാഹീമിൻ്റെ ജീവിതത്തിൽ ഒരുപാട് സന്ദേശമുണ്ട്. അത് അതിജീവനത്തിൻ്റെയും വിജയത്തിൻ്റെയും സന്ദേശമാണ് എന്ന് പറയാൻ സാധിക്കും. ആ അർത്ഥത്തിൽ ബലിപെരുന്നാൾ സ്നേഹസാഹോദര്യത്തോടൊപ്പം തന്നെ പുറന്തള്ളപ്പെട്ട ജനതയുടെ, അപരവൽക്കരിക്കപ്പെട്ട ജനതയുടെ അതിജീവനത്തെക്കുറിച്ച് ഏറ്റവും നല്ല വിമോചനത്തെക്കുറിച്ചുള്ള സന്ദേശം കൂടി പകർന്നു നൽകുന്നതാണ്.